ദാ കണ്ടില്ലേ, ഇതാണ് ബ്യൂട്ടിഫുൾ ബേർഡ്സ്. ഇതൊക്കെയാണ് ബേർഡ് സാങ്ച്വറിയിലുള്ളത്. ഇത് ചണ്ടു ആൻഡ് ബണ്ടുവിന്റെ ബേർഡ് സാങ്ച്വറിയാണ്. ഞാനൊരു പറവയാണ്. ഞാൻ മനസ്സിന്റെ ആഴത്തിന്ന് പറയാണ്, പറവകൾ ഇരിക്കാൻ ഒരു അത്ഭുതമായ സ്ഥലമാണ് ഇത്. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സാങ്ച്വറിയിൽ വന്ന് നിങ്ങൾ തന്നെ നോക്കിക്കോ. ഇവിടെ ഒരു പക്ഷിക്ക് ആവശ്യമുള്ള എല്ലാം തന്നെ ഉണ്ട്. എന്നിട്ട് താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് വേണ്ടി പുതിയ ആഡ് ഷൂട്ട് ചെയ്ത് തന്നതിന് വളരെ നന്ദി. അതെ മിസ്റ്റർ ചണ്ടു പണ്ടു, നിങ്ങൾ പക്ഷികൾക്ക് വേണ്ടി ഇത്രയും നല്ല കാര്യം ചെയ്യല്ലേ, അതുകൊണ്ട് ഞങ്ങളും നിങ്ങളെ സഹായിക്കാണ്. ഒപ്പം നിങ്ങൾ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്റ്റേയും തന്നിട്ടുണ്ട്. ഫ്രീ ആയിട്ട് എന്ത് കിട്ടിയാലും ഞങ്ങൾ എവിടെ വേണമെങ്കിലും പോവും. അവൻ വെറുതെ കളിക്കാണ് കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തതിന് താങ്ക്സ്. നിങ്ങൾക്ക് ഞങ്ങൾ എന്തൊക്കെ സേവ ചെയ്യാൻ പോവാണെന്ന് വെയിറ്റ് ചെയ്ത് നോക്ക്. ഒരു വിരുന്ന് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്, ധാന്യങ്ങളൊക്കെ ഇട്ടിട്ട്. നിങ്ങൾ അതിൽ പട്ടാണി ഇടണം, പിന്നെ ഉരുളക്കിഴങ്ങും വേണം. എനിക്ക് ആലു മട്ടർ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആലു മട്ടർ ഭയങ്കര ഇഷ്ടമാ. ധാന്യങ്ങൾ ഇട്ട്. വേറെ എന്തൊക്കെ ധാന്യങ്ങളാ ഇടുക ആലു മട്ടറില്? ഇവൻ എപ്പോഴും പക്ഷികൾക്ക് ധാന്യം കൊടുക്കില്ലേ, അതുകൊണ്ടാണ് എല്ലാത്തിന്റെ കൂടെ ധാന്യങ്ങളെ പറ്റി സംസാരിക്കുന്നത്. നിങ്ങളൊരു അത്ഭുതമായ കോട്ടേജ് കാണിച്ചിരിക്കുന്നേ. നിങ്ങളുടെ പേര് പോലെ തന്നെ നല്ല സ്വീറ്റ് ആയിട്ടിരിക്കുന്നത്. എനി ഡൗട്ട്? ഓ വൗ, താങ്ക് യു. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മറക്കണ്ട. ഞാനാണ് സ്വീറ്റി, ഞാൻ വളരെ സ്വീറ്റാ. എല്ലാ പക്ഷികളും എന്തിനാ ഇങ്ങനെ വിസിലടിക്കുന്നേ? ഒച്ചവെക്കാണല്ലോ, അവറ്റങ്ങളെ ആരോ പിടിച്ചോണ്ട് പോകണമെന്ന്. നിങ്ങൾ എന്താ ഈ പറയുന്നേ? ബേർഡ് സാങ്ച്വറിയിൽ ആര് പിടിക്കാനാ? ഇവിടെ ടോപ്പ് സെക്യൂരിറ്റി ഉണ്ട്. അല്ല, ഇവയൊക്കെ എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നേ? അതെ, സന്തോഷായിട്ട് ഇരിക്കുമ്പോ ഇങ്ങനെ ഒച്ച വെക്കാലോ. എനി ഡൗട്ട്? നിനക്ക് എങ്ങനെ അറിയാം? ഹിസ്റ്ററി ഉണ്ടാക്കുന്നവനാണ് ഞാൻ. എന്നെ ശ്രദ്ധിച്ചു നോക്ക്. ഞാനും ഒരു പറവയാണ്. ഒരു പറവയ്ക്ക് മാത്രമേ അടുത്ത പറവയുടെ മനസ്സറിയാൻ പറ്റൂ, അല്ലേ സ്വീറ്റ്? വാവ്, നീ ബുദ്ധിയുള്ളവനാ. ഈവനിങ് എന്നോടൊപ്പം വരൂ. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ നിന്നെ പരിചയപ്പെടുത്താം. ഓക്കേ, എപ്പോഴാ പോണ്ടേ? ഞാനാണ് സ്വീറ്റി, ഞാൻ വളരെ സ്വീറ്റാ. വിസിലടിക്കുന്നത് കേൾക്കുമ്പോൾ വന്നേക്കൂ. കിറ്റി മേഡം, അത് പിന്നെ സോറി മേഡം, സോറി, എന്നോട് ക്ഷമിക്കൂ, ദയവേത് എന്നോട് ക്ഷമിക്കൂ. അയ്യോ, കിറ്റിക്ക് ഓർമ്മക്കുറവ് വന്നു. കിറ്റി, നീയാണ് കിറ്റി. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയാ താമസിക്കുന്നേ. ഒന്ന് മിണ്ടാതിരിക്കാമോ? ഡയറക്ടർ സാർ, ഞാൻ ആരാ? അനിയ, ഇതെന്താ ഇങ്ങനെ ഒരു ഓർമ്മക്കുറവ്? എന്നെ അറിയാം, ഡയറക്ടറെ അറിയാം, പക്ഷെ അവൾ ആരാണെന്ന് അറിയില്ലത്രേ. ഒന്നും മിണ്ടാതിരിക്ക്, അവള് മറന്നതല്ല, നല്ല ദേഷ്യത്തിലാ. മേഡം, നിങ്ങളൊരു ഹീറോയിൻ ആണ്. അങ്ങനെയാണെങ്കിൽ എന്നെ എന്തിനാ ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നേ? മേഡം, ഇപ്പോഴാണ് രൺവീർ കോൾ ചെയ്തത്. വരാൻ 2 മണിക്കൂറാവും. എങ്കിൽ പിന്നെ വേറെ ഹീറോനെ വിളിക്കായിരുന്നില്ലേ? ഇതാ നോക്ക്, ഇവിടെ എന്തോ ഒരു കൊതുകുകളാ. കിറ്റി, ആ കൊതുകുകളെയും ഹീറോകളെ കൊണ്ടേ അടിക്കാൻ പറ്റൂ. രൺവീർ തന്നെ. എന്താ ഇത്? കിറ്റി എന്താ പറയണെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ലേ? പ്രേതം, പ്രേതം, എന്ത് ചെയ്യും കൂട്ടുകാരെ? വരുന്ന മഴ കണ്ട് നമ്മൾ പഠിക്കണം. അത് എങ്ങനെ കാറ്റിൽ പറക്കുന്നുവോ അതേപോലെ അതിന്റെ കൂടെ ചേർത്ത് നമ്മുടെ ആത്മാവിനെയും പറപ്പിക്കണം. ആത്മാവ്, ആത്മാവ്, ആത്മാവ്. അതെ, ആത്മാല്ല, ഇതൊരു പഴഞ്ചൊല്ല്. അവിടെ, അവിടെ, അവിടെ അവിടെ അല്ല. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? അവിടെ കിറ്റിയെ പ്രേതം ഫോളോ ചെയ്യുന്നു. ഞാൻ പറഞ്ഞതല്ലേ, ഈ പേയ് പിശാശൊന്നും ഒന്നും ഇല്ലാന്ന്. ഉണ്ട്, കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ആത്മാവ് കിറ്റിയുടെ പുറകെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത്? കിറ്റി അപകടത്തിലാണെന്നോ? വരൂ പോകാം. നിങ്ങൾ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഭാഗ്യത്തിന് നിങ്ങളിപ്പോ കിറ്റിയെ കണ്ടുപിടിക്കാൻ വന്നു. വരൂ, പ്രേതത്തെ കണ്ടുപിടിക്കാം. ഞാനിവിടെ കിഡ്നാപ്പേഴ്സിനെ പിടിക്കാൻ വന്നതാ. ആ ദുരാത്മാവാണ് ഇവിടുത്തെ കിഡ്നാപ്പർ. കിഡ്നാപ്പർ ആ ബോലയാണ്. ബോല എങ്ങനെയാ കിഡ്നാപ്പർ ആകാൻ സാധ്യതയുള്ളത്? എടാ ചിറകുള്ള ഹണി, കിഡ്നാപ്പറിന്റെ പേരാ ബോള.
ഓ എന്റെ സാറിന്റെ മോനെ ഇവിടെ നിന്ന് കടത്തിയിട്ട് അവര് കാട്ടിനകത്ത് വന്ന് ഒളിച്ചിരിക്കുകയാണ്. നിങ്ങൾ ബോലയെ അന്വേഷിക്കൂ, ഞങ്ങൾ കിറ്റിയെ അന്വേഷിക്കാം. നിങ്ങൾക്ക് കിറ്റിയെ കിട്ടിയാ ഞങ്ങളെ വിളിക്കൂ കേട്ടോ. ഞങ്ങൾക്ക് ബോലയെ കിട്ടിയാ ഞങ്ങൾ വിളിക്കാം. ഓക്കേ വരൂ. നിങ്ങൾ ഇങ്ങോട്ട് വരൂ. ഈ അങ്കിൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവരെ പൂട്ടി വെക്കാനല്ലേ ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാനിപ്പോ തന്നെ കൊന്നോളയും. ആരെങ്കിലും അവരുടെ മക്കളെ ഇങ്ങനെ പൂട്ടിയിടുവോ? ഇവന്റെ മുഖം നോക്ക്, ആ ചെറുക്കന്റെ മുഖം ഒന്ന് നോക്ക്. ഇവന്റെ മകനായിരിക്കാൻ സാധ്യതയില്ല. ആ മീശ, പിന്നെ ആ വാല്. അയ്യോ, ഈ ബോളിലെടുത്ത് നിങ്ങൾ കളിക്കാൻ നിന്നാ നിങ്ങൾ എല്ലാത്തിനും ഞാൻ കൊന്നോളയും. നീ ഒരു ബോലയാ, ഞാൻ കണ്ടത് ഷോല. എല്ലാരും യൂസ് ചെയ്യും മോല. താങ്ക് യു. നിങ്ങളാണോ കിഡ്നാപ്പർ ബോല? അതെ ഞാനാ. ചിലപ്പോ സത്യം പറയുന്നത് ആപത്തിൽ ചെന്ന് അവസാനിക്കും. പിടിക്കാവുമാരെ. വരും, പോയി നമുക്ക് പിടിക്കാം. ആത്മാവിനെ ആരെ കൊണ്ടാ പിടിക്കാൻ പറ്റാ? കിട്ടിയ ആപത്തിലാണ്, ഞാൻ പോവാ. ശരിയാ, വാ നമുക്ക് പോയി കിറ്റിയെ രക്ഷിക്കാം. ഷൂട്ടിംഗ് നിർത്ത്. ചേടാ എന്താ ഇത്? നിങ്ങൾ എന്തിനാ ഫ്രെയിമിന്റെ അകത്ത് വന്ന് മുഴുവൻ ഷോട്ടിനെ നശിപ്പിച്ചു? വേറെന്താ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? ഇവിടെ ഷൂട്ടിംഗ് നടക്കുക. ഇവര് നുണ പറയുകയാണ് അനിയ. പ്രേതത്തിന്റെ കൂടെ ആരാ ഷൂട്ടിംഗ് നടത്തുക? എന്നെ ഏത് അങ്കിളിലെ പ്രേതത്തെ പോലെ കാണുന്നേ? ഒന്നും മിണ്ടാതിരിക്കേ, ഇത് ആത്മാവല്ല ആക്ട്രസാ. ഇല്ല, ഇതേ പ്രേതത്തിനെ തന്നെയാണ് ഞാൻ ആ കൊട്ടാരത്തിലും കണ്ടത്. ചേടാ അത് ഞങ്ങളെ സെറ്റാ, എല്ലാം നശിപ്പിച്ചു. ഇന്നലെ രാത്രി തൊട്ട് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക, എല്ലാം പോയി. ഇവനൊരു കഴുത. No talk. No respect for teacher. Calling Kalla. No manners. Only banners. എന്ത്? Shut up. Next time talking together, I gave my fingerprint on your cheek. സോറി സാർ, ഇനി ഞങ്ങൾ സംസാരിക്കില്ല. Only English, you fool. Not only fool. You are beautiful. Nonsense in cross-talk English. Only English. ഇംഗ്ലീഷ് ഞങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ടല്ലേ നിങ്ങളുടെ അടുത്ത് വന്നത്. I thought only English. English is English. No local language. Only I teach American English. താങ്ക് യു സാർ. But why learn English? Why? ഗോയിങ് അമേരിക്ക. ഇംഗ്ലീഷ്. ആവശ്യത്തിന് ഇംഗ്ലീഷിൽ എന്താ പറയേണ്ടത്? Again local language? You want my fingerprint on your face? No, sir. മാമൻ, ലെറ്റർ കം. ഓ, അമേരിക്ക. What Mutashan? What Maman? Maman, Chittappan, Valiachan, everybody uncle. സോറി സാർ. Okay. On okay, please. Thank you. Now me teach English. I give English, you take English. റോസ് മേടിക്കൂ, റോസ്. നല്ല റോസ് ഉണ്ട്, ഇവിടെ വന്ന് മേടിക്കൂ. വാവ്, എത്ര മനോഹരമായ റോസാപ്പൂക്കൾ. അയ്യോ, അവൻ സ്വീറ്റിനെടുത്താ പോം. ഒന്ന് 100 രൂപയാ. നിങ്ങൾ കെമിസ്റ്റും അല്ല, ടൈപ്പിസ്റ്റും അല്ല, എന്തിനു പറയാൻ നിങ്ങളൊരു ഫ്ലവറിസ്റ്റും അല്ല. അപ്പൊ പിന്നെ എന്തിനാ പോയിക്കുന്നേ? കാരണം ഇദ്ദേഹം ഒരു ഓപ്പർച്യൂണിസ്റ്റാ. പൂക്കളൊക്കെ നന്നായിട്ട് വിറ്റ് ഒരു സാമ്രാജ്യം ഉണ്ടാക്കാൻ നോക്കുക. റോസ് ഡേയുടെ അന്ന് മാത്രമേ റോസിന്റെ വിലയുള്ളൂ. അപ്പൊ രാത്രി വാങ്ങിയ വില കുറച്ച് തരുമോ? പോപ്പറ്റ് സ്വീറ്റിന് റോസസ് കൊടുക്കും. അവള് നാണിച്ച് ആ റോസ് വാങ്ങും ചെയ്യും. പിന്നെ പോപ്പറ്റിന്റെ ഒപ്പം ആകാശത്ത് ഒറ്റയ്ക്ക് പറക്കും. പിന്നെ ഡിന്നർ, അതിനുശേഷം മീറ്റിംഗ്, അതിനുശേഷം എനിക്ക് മനസ്സിലായി ബന്നി, എനിക്ക് മനസ്സിലായി. ചേട്ടാ, ഒരു റോസ് തരോ? എടാ ഒന്നല്ല, ബൊക്കെ വാങ്ങ്. അതില് കുറഞ്ഞത് 20 റോസെങ്കിലും വേണം. പക്ഷെ പോപ്പട്ടിന്റെ കയ്യിൽ അത്രയും കാശില്ലല്ലോ. ചേട്ടാ, പൂന്ന് വെച്ചാ എന്താണ്? പൂന്ന് വെച്ചാ എന്താ? പൂക്കൾ പ്രകൃതിയുടെ ഭംഗിയല്ലേ? ഉള്ള ദൈവത്തിന് ഇഷ്ടപ്പെട്ട സാധനം. പൂവും സന്തോഷവും എല്ലാവർക്കും പകർന്നു കൊടുക്കണം. Any doubt?
ഉപദേശം തരാൻ എന്റെ അപ്പനുണ്ടാ. പൂ വേണമെങ്കിൽ ഉപദേശം ഒന്നും വേണ്ട, പൈസ തന്നാ മതി. മനസ്സിലായോ? അയ്യോ പോപ്പട്ട് പാവം, സ്വീറ്റിക്ക് ബൊക്ക വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ല. കൊടുക്കാൻ പറ്റും. മുഴുവൻ വീടും ഡസ്റ്റിംഗ് ചെയ്താൽ ആ കാശ് ഉപയോഗിച്ച് എനിക്ക് 5 റോസാക്കൾ വാങ്ങാൻ പറ്റും. ആ സ്റ്റോർ റൂം ഒന്ന് വൃത്തിയാക്കുകയാണെങ്കിലേ എനിക്ക് 5 റോസസ് വാങ്ങാൻ പറ്റും. 10 റോസ് മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ഒന്ന് ഫ്രീ ആയിട്ട് തരാം. വേണമെങ്കിൽ ഒന്ന് മേടിച്ചോ. ഒരു മിനിറ്റ്, എനിക്കൊരു കൺഫ്യൂഷൻ. നിങ്ങൾ എല്ലാവരും സ്വീറ്റിക്ക് റോസ് കൊടുത്താ പിന്നെ നമ്മുടെ പോപ്പട്ട് എന്ത് ചെയ്യും? ഞങ്ങൾ റോസ് പൊപ്പന്റെ കയ്യിൽ കൊടുക്കും. പൊപ്പൻ സ്വീറ്റിക്ക് നൽകും. ഡീൽ ഓക്കേ. തോത്താറാമിന്റെ കോളോ? അവന്റെ അടുത്ത് പറയരുത്, ഇന്ന് റോസ് ഡേ ആണ്. ചേട്ടാ വേഗം താ, സമയം കഴിഞ്ഞു പോയാൽ ആർക്കും ഒന്നും തന്നെ കിട്ടൂല. വാവ്, എനിക്കിഷ്ടപ്പെട്ട ഗ്രെയിൻ, അതും തനിച്ച്. ഞാൻ എന്നെ കിളി വിത്ത് റോസ് പെറ്റൽസ് കഴിക്കാൻ പോവാ. വാവ്. പരുന്തും പോപ്പട്ടും സുഹൃത്തുക്കളായി, രണ്ടുപേരും കൂടി കളിക്കാണ്. എടാ മണ്ട, അവര് കളിക്കല്ല, പോപ്പറ്റിനെ അറ്റാക്ക് ചെയ്യാ. താഴെ വാ. അയ്യോ, അവൻ സ്വീറ്റിനെടുത്താ പോന്നേ. അതാരായിരിക്കും കൊടുത്തത്? അത് വളരെ വലുതാണല്ലോ. പക്ഷെ പോപ്പറ്റ് നിന്റത്. നീ കുറച്ച് സമയം വെയിറ്റ് ചെയ്യ. Flowers for you. അതാരാ കൊടുക്കുന്നത്? ഒരു എതിരാളി ചെയ്ത കാര്യമാണ് ഈ സുഹൃത്ത് ചെയ്തിരിക്കുന്ന. സുഹൃത്തുക്കളെ, അതിരാവിലെ ഞാൻ കണ്ട സ്വപ്നം മൊത്തവും അവൻ ഇരുട്ടാക്കി കളഞ്ഞു. പറഞ്ഞത് ശരിയാ പോപ്പറ്റ്, നിന്റെ വിഷമം ഞങ്ങളായിട്ട് ഷെയർ ചെയ്യ. ശരിയാ, നീ ഇവിടെ തന്നെ നിൽക്ക്. അത്രയും റോസുകൾ ഉള്ളപ്പോ നീ ഇത് എടുത്തോണ്ട് പോയ എങ്ങനെ ഉണ്ടാവും അറിയോ? ഹോട്ട് ചോക്ലേറ്റ് ബ്രൗണിയുടെ മേലെ പുളി കലക്കി ഒഴിച്ചതുപോലെ ഉണ്ടാവും. നിങ്ങളൊക്കെ എന്ത് ഫ്രണ്ട്സാ? ഒരു ഫ്രണ്ട് വിഷമിച്ചിരിക്കുമ്പോ അത് വെച്ച് കളിയാക്കുക. യഥാർത്ഥ സുഹൃത്തുക്കളൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞു തരും. ഓ, എന്റെ ചിരി തന്നെ കാണിച്ചു കൊടുക്കുന്നു. എന്റെ മനസ്സ് പൊട്ടിയതിൽ നിനക്ക് എത്ര സന്തോഷമുണ്ടെന്ന്. പക്ഷെ എനിക്ക് ദുഃഖമുണ്ട് പോപ്പട്ട്. നിനക്ക് റോസ് കൊടുക്കാനും പറ്റിയില്ല. വീട്ടിലെ ഡസ്റ്റ് ആണെങ്കിൽ നീ തന്നെ തുടയ്ക്കുകയും വേണം. വരൂ, ഇതിനെല്ലാത്തിനെയും കൂട്ടിനകത്ത് അടയ്ക്കാം. മുളക് തരൂ, മുളക് തരൂ. ആരെങ്കിലും ഒരു തവണ എനിക്ക് മുളക് തരൂ. വാവ്, ഡ്രാഗൺ കിളി, എനിക്കിത് വേണം. ഗുഡ് ഐഡിയ. ആ കിളിയെ മാത്രം വെറുതെ വിടരുത്, ഇല്ലെങ്കിൽ ഇവന്റെ കൂടെ വന്ന എല്ലാവരുടെ ആ രഹസ്യം പറഞ്ഞു തീർക്കും. നിങ്ങൾ എല്ലാവരെയും ഞാൻ ബാൻഡ് വായിക്കും. നിങ്ങളുടെ വായിൽ മുളകിട്ടിട്ട്. ഓഹോ, അവന്റെ വായൊന്ന് അടയ്ക്ക്. ഇപ്പൊ തന്നെ ഈ കാർ കൂടെ കുടുങ്ങണോ? വേഗം തള്ള്, ഒന്ന് തള്ള്. ഞങ്ങള് സഹായിക്കാം കള്ളന്മാരെ. എടാ ചെട്ടു, ഇവർക്ക് എല്ലാ കാര്യവും മനസ്സിലായി. എന്ത് ചെയ്യാനാ? ഇപ്പൊ നീ മനസ്സിലാക്കും തെറ്റായ കാര്യങ്ങൾ നടക്കുന്നത് ഞങ്ങൾ അറിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന്. അണി, ഇവര് മൊത്തം ചേരലാടാ. വാ, ചെന്നിവരൊന്നും വൃത്തിയാക്കിട്ട് വരാം.
നേരം വായടച്ചിരിക്കാൻ പറ്റും? അതെ, ബണ്ടുവിന് വേണ്ടി ബമ്പ. നിനക്ക് എന്തു പറ്റി? നീ എന്ത് കൊച്ചു കുട്ടിയായോ? പ്രേതം ഡാ മണ്ട, പേയ് പിശാച് ഭൂതം ഒന്നുമില്ലടാ. പഴയ കെട്ടിടങ്ങളിലെ പ്രേതങ്ങളുണ്ടോ? അതെ, ഇത് സൈറ്റ് സീയിങ്ങാ. നമ്മള് ഫിലിം ഷൂട്ടും കാണാനാ വന്നിരിക്കുന്നേ. ഇവിടെ കാണുന്നൊന്നും സാധ്യമല്ല, എല്ലാം ഫേക്കാണ്. പക്ഷെ ഇവിടെ ദുരാത്മാവുണ്ട്. ഹൈ, എടാ, ഏതെങ്കിലും നടി പ്രേതം പോലെ അഭിനയിക്കുന്നുണ്ടാവും. മേക്കപ്പ് യഥാർത്ഥമായിട്ട് ഇരുന്നാ മാത്രമേ പടം ഹിറ്റാവൂ. എണീറ്റാ അല്ല, ഈ റോഡ് എന്താ നിങ്ങൾക്ക് പ്ലേ ഗ്രൗണ്ട് ആണോ? സോറി. ഐ ഹേറ്റ് സോറി പുഷ്പ. കേട്ടില്ലേ, അയാളെന്നെ പുഷ്പ എന്ന് പറഞ്ഞു. ഞാൻ ഹീറോയെ പോലെ ഉണ്ടല്ലേ? അങ്ങനെയല്ലേ അങ്കിൾ? അല്ല, നീയല്ല, എന്റെ ഭാര്യയുടെ പേര് പുഷ്പ എന്നാ. ശരി, അതൊക്കെ ഇരിക്കട്ടെ. ഇവിടെ ബണ്ണി ആരാ? ഈ ബണ്ണിനെ അറിയാത്ത ആരെങ്കിലും ഈ നാട്ടിലുണ്ടാവോ? ഞാനുണ്ട്. എന്താ സുഹൃത്തുക്കളെ, എല്ലാരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ഞങ്ങൾ അമേരിക്കയിലേക്ക് പോവാണ്. എനി ഡൗട്ട്? ഹലോ, ഞങ്ങളെന്നാൽ ഞങ്ങൾ മാത്രം. ഞാനും പിന്നെ ബണ്ണിയും. ഇനി സൗഹൃദം ഒന്നും ഇല്ല. സൗഹൃദം പൊട്ടിപ്പോയി. നമ്മളെപ്പോഴും സുഹൃത്തുക്കളിലാണ് പോപ്പട്ട്. അതേസമയം എന്റെ പോക്കറ്റ് ഇപ്പൊ കാലിയാണെന്നുള്ളത് സത്യമാണ്. ഞാൻ എങ്ങനെയാ നിനക്ക് ടിക്കറ്റ് ഇടുന്നത്? പണത്തിനെ കുറിച്ച് പേടിക്കണ്ട, കുറെ കാശുണ്ട് ജോർദാറിന്റെ അടുത്ത്. അതെന്റെ സേവിങ്സാ. സേവിംഗ് ഉള്ളത് ശരിക്കുള്ള സമയത്ത് ചെലവാക്കാനല്ലേ? ആ ശരിക്കുള്ള സമയം വന്നിരിക്കുന്നു. എനി ഡൗട്ട്? അടിപൊളി. അപ്പൊ ടിക്കറ്റിന്റെ പ്രശ്നം സോൾവ് ആയി. അപ്പൊ നമുക്ക് എല്ലാവർക്കും അമേരിക്കയിലോട്ട് പോവാം. കഷ്ടകാലത്തില് ഫ്രണ്ടിന്റെ ബാങ്ക് ബാലൻസ് ആണ് സഹായിക്കുന്നത്. എനി ഡൗട്ട്? പക്ഷെ നിങ്ങൾ ഇവിടുന്ന് എങ്ങനെ പോവും? നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലല്ലോ. ഞങ്ങൾ മലയാളം തന്നെ സംസാരിക്കും. അത് ആർക്ക് മനസ്സിലാവും? അമേരിക്കയിൽ ജോലിക്കാർ വരെ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അതെ, ഫോർ ദാറ്റ് യു ഹാവ് ടു ഗോ ആൻഡ് ലേൺ ഇംഗ്ലീഷ്. ഡോക്ടർ ബാലു, നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്. എന്ത്? ഇപ്പൊ അദ്ദേഹം എന്റെ വയറുവേദനയ്ക്ക് ചികിത്സിച്ചോണ്ടിരിക്കുക. എടാ, നീ പോയിട്ട് ഈനോ കുടിക്ക്. ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം. ഇവിടെ വരൂ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കണ്ണുമിഴിച്ച് ഇംഗ്ലീഷിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നേ? ഞങ്ങൾ അമേരിക്കയിലേക്ക് പോവാണ്. ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരാവോ? വളരെ ഈസിയാണ്. വേർഡ്സ് എന്ന ഫ്രൂട്ട്സിൽ അർത്ഥമെന്ന ജ്യൂസ് എടുക്കൂ. അത് തലച്ചോറ് എന്ന ഗ്ലാസ്സിൽ നിറച്ച് ദിവസം കാലത്തെ കുടിച്ചിട്ട് വരൂ. തീർച്ചയായും ഇംഗ്ലീഷ് പഠിക്കാം. ഞാനിപ്പോ എന്റെ പേഷ്യൻസിനെ കാണാൻ പോവാണ്. വന്നിട്ട് പറഞ്ഞു തരാം. എടാ, ഇയാൾക്ക് മലയാളം പോലും ശരിക്കും വരില്ലല്ലോ, പിന്നെ എങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞിരുന്നേ? അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ലെന്നാണോ? വാട്ട് ഗുഡ് ഇൻസൾട്ട് ഇംഗ്ലീഷ് ടോക്കിംഗ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചോ ബ്രദേഴ്സ്? യെസ്, ബോയ് നൗബിറ്റ് അനൗൺസ്മെന്റ് ഇൻ ടൗൺ. നാട്ടിൽ ഒരാള് ഒരു വിവരം അറിയിച്ചിട്ടുണ്ട്. ചേടാ, നിങ്ങൾക്ക് റെഡ് ബ്ലഷിംഗ് ഇല്ലേ? അദ്ദേഹം പഠിപ്പിച്ചു തരും. ലൈഫ് റെഡ് ബ്ലഷിംഗ്. ജീവൻലാൽ ശർമ്മയുടെ ക്ലാസ് ഇല്ലേ ഫ്രണ്ട്സ്? നിങ്ങളെ പോലുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് നാട്ടില് വന്നത്. അദ്ദേഹം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ആഹാ, എന്നാ ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണണം. കൈൻഡ്നസ് ആൻഡ് ടെൽ സ്നേഹത്തോടെ പറയുന്നത്. ഇന്ന് തന്നെ ഞാൻ അദ്ദേഹത്തിനോട് പറയാം. നാളെ രാവിലെ തൊട്ട് ക്ലാസ്സിന് വന്നോളൂ. ആരോ ബ്യൂഗിൾ വായിക്കുന്നുണ്ടല്ലോ. അത് പിന്നെ